ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇതാ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ കാര്യങ്ങളുടെ ഇടയിലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും വരാതിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് പുതുതായിട്ട് 2 അതിഥികളാണ് കേട്ടോ നമ്മുടെ തൊഴുത്തിലോട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പഴയ കൂട്ടുകാർ തന്നെയാണ്, വേറെ ആരും ഒന്നും കൊണ്ടുവന്നിട്ട് ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ പേരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ വീഡിയോ എടുക്കാനുള്ള ഒരു മടി കാരണം ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ്, ഇവർ 2 പേരാണ് കേട്ടോ പുതുതായിട്ട് വന്നിട്ടുള്ള അതിഥികൾ എന്ന് പറയുന്നത്. ഒരെണ്ണം പ്രസവിച്ചിട്ട് ഒരു 4 മാസമായിട്ടുള്ളൊരു പശുവും കുട്ടിയാണ് കേട്ടോ. ഇതാണ് അവളുടെ കുട്ടി എന്ന് പറയുന്നത്. അവൾക്കിപ്പോൾ നിലവിൽ ഒരു 5 ലിറ്റർ 6 ലിറ്റർ പാല് കിട്ടുന്നുള്ളൂ കേട്ടോ. 6 ലിറ്റർ പാലാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുത്തിവെച്ച് ചെന പിടിപ്പിച്ച് പ്രസവിച്ചിട്ടുള്ള ഒരു പശുവാണ് കേട്ടോ. ഒരു 2 വയസ്സാകുമ്പോഴത്തേനും ഇവളുടെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവൾക്ക് നിലവിൽ കിട്ടുന്ന പാല് എന്ന് പറയുന്നത് 3 ലിറ്റർ പാലാണ് കേട്ടോ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അവളതിനെ ഇപ്പോൾ കുത്തിവെക്കേണ്ട സമയമായിട്ടേ ഉള്ളൂ. കാരണം 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു പശുക്കുട്ടീനെ വലിപ്പം നോക്കിയിട്ട് കുത്തിവെക്കരുത് എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അവളുടെ ഒറിജിനൽ സൈസ് വരുന്നത് തന്നെ ഒരു 2 വയസ്സിന് ശേഷം മാത്രമായിരിക്കും. അപ്പോൾ ഇത്രയും ചെറുതിൽ അവളെന്നെ കുത്തിവെച്ചുകൊണ്ടാണ് കേട്ടോ അവൾ ഇത്രയും ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയൊക്കെ കുത്തിവെക്കുകയാണെങ്കിൽ നല്ല പാല് കിട്ടുന്ന നല്ലൊരു പശുവായിട്ട് അവൾ മാറും. നല്ല തീറ്റൊക്കെ കൊടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പാലിനെ മാത്രമായിട്ട് കുത്തിവെപ്പിച്ചിട്ട് പ്രസവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള അതിഥികൾ. പിന്നെ നമ്മുടെ പച്ചക്കൊമ്പിക്കൊക്കെ നല്ല പാലൊക്കെ ആയിട്ടോ. 8 ലിറ്റർ പാല് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ലൊരു മോളാണ്. അവളെന്നെ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് അവളെന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ച പശുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളിക്കണ്ണിക്കൊക്കെ നല്ല പാലൊക്കെ ആയിട്ടുണ്ട്, നല്ല മോളായിട്ട് പോകുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവൾക്കുണ്ടായി കുട്ടിക്കും വെള്ളിക്കണ്ണായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം വെള്ളിക്കണ്ണിനെ അറിയാമല്ലോ, ഭയങ്കര സ്നേഹമുള്ള ഒരു എരുമയാണേ. അപ്പോൾ അവൾക്കൊരു 8 ലിറ്റർ പാലിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. രാവിലെ 8 ലിറ്ററും ഉച്ചനിട്ട് ഒരു 4 ലിറ്ററോളം പാലാണ് കേട്ടോ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള അളവാണ് കേട്ടോ പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഇവിടെ പാല് കൊടുക്കുന്നതാണ്, യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല കേട്ടോ. ഒരു ഏജ് വരെ നമ്മൾ കുട്ടികൾക്ക് പാല് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ തൊഴുത്തിലെ പുതുതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ. നമ്മുടെ പച്ചക്കൊമ്പി നല്ല കുട്ടിയായിട്ട് നല്ല സൈസൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ളത് ഇവർ 2 പേരാണ്. ഇവളെന്നെ കറക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും പോയി, കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ പോയിരുന്ന് കറക്കാനൊക്കെ പറ്റും, ഒരു തട്ടേ ഒന്നുമില്ല. പക്ഷേ അവളെന്നെ പ്രായത്തിനെക്കാട്ടും മുമ്പ് കുത്തിവെച്ചു, അത് മാത്രമാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കണ്ടിടത്തോളം. അപ്പോൾ ഇപ്പോൾ അവളെന്നെ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും ചെന പിടിപ്പിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ തരാം കേട്ടോ. അധികം വിലയൊന്നുമില്ല തോന്നുന്നുണ്ട് കേട്ടോ. 25,000 രൂപ അങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 3 ലിറ്റർ പാലുകൊണ്ട് കുത്തിവെച്ച് ചെന പിടിക്കുകയാണെങ്കിൽ നല്ലൊരു പശുവായിട്ട് മാറും കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു പശുക്കുട്ടിയാണ് അവൾ. കാരണം പശുക്കുട്ടി തന്നെയാണ്, പ്രസവിച്ചാലും അവൾക്ക് അതിനുള്ള പ്രായമായിട്ടുള്ളൂ, 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു പശുവാണ്. ഈ പശുവിന് 6 ലിറ്റർ പാലാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടിക്ക് കൊടുത്തതിന് ശേഷം വലിയ സൈസൊന്നുമില്ല കേട്ടോ, ചെറിയൊരു പശുവാണേ. അധികം ഓവർ സൈസ് എന്നൊന്നും പറയാനില്ല, അങ്ങനത്തെ ഒരു പശുവാണ് കേട്ടോ. അപ്പോൾ വലിയ എന്താ പറയുക, കുറേ പാലുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. 6 ലിറ്റർ പാലാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ എന്ത് വെള്ളം കൊടുത്താലും കുടിക്കൂട്ടെ. 2 പശുക്കളതെ ഓവർ തീറ്റ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കുറച്ച് തീറ്റ ഒന്ന് പൊടിയിട്ട് കൊടുത്താലും അവർ കുടിക്കും. അത്രയും വെള്ളത്തിനോട് ഭയങ്കര ഒരു ഇതുള്ള പശുക്കളാണ് കേട്ടോ. യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ തട്ടിക്കളയുക അങ്ങനെ ഒന്നുമില്ലാത്ത നല്ല മക്കൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിങ്ങിണി മോള് എന്താ പറയുക, പൊളച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുത്തിയൊന്നും വെച്ചില്ല കേട്ടോ. കാരണം ഈ പറയണ പോലെ അവൾക്കും 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും 2 വയസ്സിന് ശേഷം മാത്രമാണ് കേട്ടോ കുത്തി വയ്ക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കിങ്ങിണി മോളുടെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ.